ദേശീയ തലത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വാർത്തകളിലൊന്ന് ഇന്ന് വൈകുന്നേരം പുറത്തു വന്നത് അമേഠി ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചാണ്. നമുക്കറിയാം, കോൺഗ്രസ് വിവിധ ഘട്ടങ്ങളിലായി സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയെങ്കിലും അമേഠി റായ്ബറേലി എന്ന അവരുടെ പഴയ തട്ടകം, നെഹ്റു കുടുംബത്തിന് 2014 വരെ വലിയ സ്വാധീനമുണ്ടായിരുന്ന ആ 2 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ ഇതേവരെ നിശ്ചയിച്ചിട്ടില്ല. അതിന്റെ കാരണം എന്നത് BJP ഈ 2 മണ്ഡലങ്ങളിലും വെല്ലുവിളിക്കുകയാണ്. അമേഠിയിൽ സ്മൃതി ഇറാനി നേരിട്ട് രാഹുലിനെ വെല്ലുവിളിക്കുന്നു. വരൂ, അമേഠിയിലേക്ക് വരൂ, BJPയോട് കൊമ്പ് കോർക്കൂ എന്ന വെല്ലുവിളി നടത്തുന്നു. രാഹുൽ പോകാൻ തയ്യാറാകുന്നില്ല. റായ്ബറേലി നമുക്കറിയാം, ഇപ്പോൾ സോണിയാഗാന്ധിയുടെ സിറ്റിംഗ് മണ്ഡലമാണ്. അവിടെയും BJP വെല്ലുവിളിക്കുകയാണ്. ഈ തവണ അതുകൂടി ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന വെല്ലുവിളി BJP മുന്നോട്ട് വെക്കുന്നു. പക്ഷേ പ്രിയങ്ക വാദ്ര അവിടേക്ക് പോകാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ആകെ ഒരു ആശയക്കുഴപ്പം കോൺഗ്രസിനകത്ത് തന്നെ ഈ 2 മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുമ്പോഴാണ് വലിയൊരു എൻട്രി ഇപ്പോൾ റോബർട്ട് വാദ്രയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. നമുക്കറിയാം, പ്രിയങ്ക വാദ്രയുടെ ഭർത്താവാണ്. ഒപ്പം വിവിധ വിവാദ വിഷയങ്ങളിൽ, കള്ളപ്പണ വെളുപ്പിക്കലാണെങ്കിലും ഭൂമി കുംഭകോണമാണെങ്കിലും അങ്ങനെ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന റോബർട്ട് വാദ്ര ഇപ്പോൾ സ്വയം അവകാശപ്പെടുന്നു, തനിക്ക് അമേഠിയിൽ വലിയ സ്വാധീനമുണ്ട്, താൻ അമേഠിയിലേക്ക് എത്താം, വിജയം ഉറപ്പാണ്, ഗാന്ധി കുടുംബം വീണ്ടും ആ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന പ്രഖ്യാപനം നടത്തുന്നു. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലൂടെ നമുക്ക് മഹാഭാരതത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാം. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് റോബർട്ട് വാദ്ര തന്റെ രാഷ്ട്രീയ മോഹം തുറന്നു പറഞ്ഞത്. സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നു, താൻ അമേഠിയിൽ മത്സരിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതായും കഴിഞ്ഞ തവണ അമേഠിക്ക് പറ്റിയ തെറ്റ് ഗാന്ധി കുടുംബത്തിലൂടെ തിരുത്തുമെന്നും വാദ്ര വ്യക്തമാക്കി. തന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് പ്രചരണം 1999 അമേഠിയിൽ പ്രിയങ്കയ്ക്കൊപ്പമായിരുന്നുവെന്നും വാദ്ര പറഞ്ഞു. അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അമേഠിയിൽ രാഹുലിനെയും റായ്ബറേലിയിൽ പ്രിയങ്കയെയും BJP മത്സരിക്കാൻ വെല്ലുവിളിക്കുന്നുണ്ട്. എന്നാൽ പരാജയ ഭീതി മൂലം ഇരുവരും ഒഴിവായി. ഇതിനിടയിലാണ് റോബർട്ട് വാദ്രയുടെ എൻട്രി. ഭൂമി കുംഭകോണം, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങി വിവാദങ്ങളുടെ തോഴനാണ് വാദ്ര. വിവിധ കേസുകളിൽ അന്വേഷണം നേരിടുന്ന വാദ്രയെ സ്ഥാനാർത്ഥിയാക്കിയാൽ കോൺഗ്രസിൽ തന്നെ പ്രതിഷേധം ശക്തമായേക്കും. ജനം, ഡൽഹി.